ഇനി ഒരു തവണ കൂടി ആ പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നീയും നിന്റെ ആഭ്യന്തരമന്ത്രിയുടെ മോളും ചേർന്ന് ആഭ്യന്തരം കളിച്ച അല്ലടിയാ, ഞാൻ കുറച്ചു നേരമായിട്ട് കേൾക്കുന്നു. ആ പെണ്ണ് പഠിക്കോ പഠിക്കാതിരിക്കോ ചെയ്യട്ടെ. അതിന് അളിയ എന്തിനാ എങ്ങനെ വ്യവലാതിപ്പെടുന്നേ? ഏതായാലും ഈ രാത്രി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടിന്റെ കഥ കേട്ട സ്ഥിതിക്ക് എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും തനിച്ചാക്കി പോകാനും മനസ്സ് വരുന്നില്ല. ദക്ഷമോളാണല്ലോ. മോളെ. ആന്റി, ഞാൻ എത്ര നേരം കൊണ്ട് ആന്റിയെ ട്രൈ ചെയ്യാന്നറിയോ? ഏതായാലും ആ ശല്യം അങ്ങ് ഒഴിഞ്ഞു കിട്ടിയല്ലോ, അത് മതി. അവള് വീട്ടിൽ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ടെൻഷനാ ആന്റി. കല്യാണി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ വലിയൊരു ആശ്വാസമായി. അവള് ചിലപ്പോ ഇനിയും മടങ്ങി വരാം. അവളുടെ കയ്യിൽ നിന്ന് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാ ഈ വീട്ടിലുള്ളവര്. ഇല്ല ആന്റി, ഇനി ഒരു മടക്കയാത്രയില്ല. ആ കല്യാണിയില്ലേ, നിങ്ങളുടെയൊക്കെ ചിന്നു, അവൾക്കും ഇല്ലേ ഒരു മനസ്സ്. ആ മനസ്സ് പൂർണ്ണമായിട്ടും ചത്ത് ഇനി ഒരിക്കലും ആ പടിവാതിൽ ചവിട്ടില്ല എന്നുറപ്പിച്ചിട്ടാ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അവൾ ഇനി അങ്ങോട്ട് ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. നീ പറയുന്നതൊക്കെ ശരിയായിരിക്കാം ദക്ഷ. പക്ഷേ ആ പെണ്ണിന്റെ കണ്ണ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് മറ്റൊന്നാ. അവളാകെ തകർന്നിട്ടുണ്ടാവാം, എങ്കിലും പഠിക്കണമെന്ന ലക്ഷ്യവും വാശിയും അവൾ ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. അവളുടെ ആ നിശ്ചയദാർഢ്യം എനിക്ക് നന്നായിട്ടറിയാം. പഠിക്കാനോ? അവളോ? ആന്റി ഒന്ന് ഓർത്ത് നോക്കിയേ, ഈ ദക്ഷ ആരാണെന്ന്. ഹോം മിനിസ്റ്ററിന്റെ മകളാണ് ഞാൻ. ആ പവറും പത്രാസും എനിക്ക് എപ്പോഴും ഉണ്ട്. ആ കോളേജിൽ വന്ന് പഠിക്കാമെന്ന് ഇനി അവള് സ്വപ്നം പോലും കാണണ്ട. അവളെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി എനിക്കൊരു നിമിഷം മാത്രം മതി. മോളെ, അവളുടെ വക്കീൽ പഠനം കൂടി മുടങ്ങിയാൽ ഈ രമാദേവി വിജയിച്ചു. അവളെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയാൽ നീ എന്റെ തണ്ടിക്കൊത്ത മരുമകൾ തന്നെയെന്ന് ഞാൻ അങ്ങ് ഉറപ്പിക്കും. മതിയാക്കി രമേ, നിന്റെ അഹങ്കാരം എടുത്തിയാട്ടോ. ഞാൻ ദക്ഷയോട് സംസാരിച്ചുകൊണ്ടിരുന്നതാ. ആ ഫോൺ വാങ്ങി കട്ട് ചെയ്തത് മര്യാദയല്ല. ഇതായിരുന്നില്ല മര്യാദ എന്നെനിക്കറിയാം. അത് ഞാൻ ചെയ്യാത്തതേ. ചെയ്താലും നീ നന്നാവില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാ. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ചിന്നു തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ചിന്നുവിന്റെ പഠനം മുടക്കുന്നതിനെ കുറിച്ചോ അവളെ ഇനി നീ ദ്രോഹിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഇനി ഈ വീട്ടിൽ നടക്കാൻ പാടില്ല. ഇനി ഒരു തവണ കൂടി ആ പെൺകുട്ടിയുടെ ജീവിതം വെച്ച് നീയും നിന്റെ ആഭ്യന്തരമന്ത്രിയുടെ മോളും ചേർന്ന് ആഭ്യന്തരം കളിച്ച. അല്ലടിയാ, ഞാൻ കുറച്ചു നേരമായിട്ട് കേൾക്കുന്നു. ആ പെണ്ണ് പഠിക്കോ പഠിക്കാതിരിക്കോ ചെയ്യട്ടെ. അതിന് അളിയ എന്തിനാ എങ്ങനെ വ്യവലാതിപ്പെടുന്നേ? സ്വന്തം ഭാര്യയുടെ സന്തോഷത്തെക്കാൾ വലുതാണോ അളിയൻ ആ വഴിപോക്കത്തിയുടെ ജീവിതം? നീ നിന്റെ കുടില ബുദ്ധി ഇവിടെ പ്രയോഗിക്കാൻ നോക്കണ്ട ഭദ്ര. വഴിപോക്കത്തിൽ നിന്ന് നീ വിളിച്ച ആ പാവം പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. ഇനിയും അവളെ ചവിട്ടി മെതിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അളിയന്റെ സ്ഥാനത്തിരുന്നേ എന്നെ ധർമ്മം പഠിപ്പിക്കാൻ നീ വരണ്ട. എന്റെ നിലപാട് വ്യക്തമാണ്. അളിയൻ എത്രയൊക്കെ സിമ്പതി കാണിച്ചാലും ഒരു കാര്യം ഉറപ്പാ, ചിലപ്പോൾ നാളത്തെ പത്രത്തിൽ നമ്മളൊരു വാർത്ത കാണേണ്ടി വരും. ആ വേലക്കാരി പെണ്ണ് ചിന്നുവും അവളുടെ അമ്മയും ഒന്നിച്ച് ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത. പുളിക്കമ്പിൽ പിടിക്കാൻ നോക്കിയിട്ട് അത് കിട്ടാതെ പോയ നിരാശയും അപമാനവും താങ്ങാനാവാതെ അവർ ജീവനൊടുക്കും. നോക്കിക്കോ.
അങ്ങനെങ്ങാനും സംഭവിച്ച ഭദ്ര, നീ പറഞ്ഞതുപോലെ ആ പാവങ്ങൾ ജീവനൊടുക്കിയ നിന്റെതാ ഈ പൊന്നു പെങ്ങള് ജയിലിന്റെ ഉള്ളിൽ കിടന്ന് നരയിക്കേണ്ടി വരും. ഓർത്തു വെച്ചോ രമേ, അങ്ങനെ ഒരു ദുരന്തമുണ്ടായാൽ പോലീസിനും നിയമത്തിനു മുന്നിൽ നിനക്കെതിരെ ആദ്യം വിരൽ ചൂണ്ടുന്നത് മറ്റാരുമല്ല, നിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഈ ജയരാമൻ തന്നെ ആയിരിക്കും. ഞാൻ തന്നെ നിന്നെ നിയമത്തിന് പിടിച്ചു കൊടുക്കും. ആ പിന്നെ ഭദ്ര, കുറച്ചു നാളായിട്ട് പുളുങ്കമ്പിൽ പിടിക്കാൻ നോക്കിയിട്ട് നടക്കാതെ നിരാശനായിരിക്കുന്ന നിന്നെ ഞാൻ പേപ്പട്ടിയെ കൊണ്ട് കടുപ്പിച്ചു കൊല്ലും. അതൊരു പരീക്ഷണം കൂടിയാ. പേപ്പട്ടി ചാവോ അതോ ഓൾറെഡി പേയുള്ള നീ ചാവോന്ന് അറിയണമല്ലോ. ഇനി ഇത് ആവർത്തിക്കരുത്. കുഞ്ഞോളെ, അങ്ങനെ പേപ്പട്ടി കടിച്ചാലേ ഭദ്രൻ ചാവില്ല. പേപ്പട്ടി ചാവും. ഉഗ്രവിഷമുള്ള ഇനമാ ഭദ്രൻ. അത് ജയരാമൻ അളിയൻ അറിഞ്ഞുകൂടാ. ഈ രാത്രി ഇനിയിപ്പോ എങ്ങോട്ട് പോവും? അതെ, ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലേക്ക് പോരെ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് 4 പെങ്ങന്മാരാണ് ഉള്ളത്. അവിടെ എൻ്റെ പെങ്ങന്മാരോടൊപ്പം കല്യാണിക്കും അമ്മയ്ക്കും പേടി കൂടാതെ നിൽക്കാം. നാളെ നേരം വെളുത്തിട്ട് നമുക്ക് എന്താണെന്ന് വെച്ചാൽ സമാനമായിട്ട് തീരുമാനിക്കാമല്ലോ, അല്ലേ? അതൊന്നും വേണ്ട. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്തില്ലേ, അത് തന്നെ ധാരാളം. അപരിചിതരായ 2 സ്ത്രീകളെ രാത്രി വീട്ടിലേക്ക് കൊണ്ടുവന്നത് ശരിയല്ല. ഞങ്ങളെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടാക്കി തന്നാ മതി. രാത്രി കിടക്കാൻ അവിടെ ഏതെങ്കിലും നടയോ വരാന്തയോ ഉണ്ടാവുമല്ലോ. ഞങ്ങൾ അവിടെ കിടന്നോളെന്ന സാറേ അമ്മ പറഞ്ഞത്. പിന്നെ ആ സാറ് വിളി വന്നല്ലോ അല്ലേ മോളെ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ സാറ് വിളി അങ്ങ് ഒഴിവാക്ക്. ദേ, എന്നെ ഏട്ടാന്ന് വിളിച്ചാൽ മതി. അതാ എനിക്കിഷ്ടവും. ഏട്ടൻ. അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ ഞങ്ങൾ ആക്കിയിരുന്നെങ്കിൽ അതൊരു വലിയ ഉപകാരമായിരുന്നു. അമ്പലത്തിലാക്കാൻ എനിക്ക് മടിയുണ്ടായിട്ടില്ല. പക്ഷേ ഈ പാതിരാത്രി അത് ശരിയാണോന്നാ എന്റെ സംശയം.